കേരളത്തിലെ ഗജവീരന്മാരുടെ പേരുകേട്ട ഗജവീരന്മാരുടെ നിരയിലേക്ക് ഒരു ആനയെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് അധികം അറിയാത്തവർ പോലും അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന്. മലയാളികൾക്ക് മുഴുവൻ കേട്ടറിവും വളരെയധികം പരിചയവുമുള്ള കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിലൂടെ പ്രശസ്തമായ നാട്. ആ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആന, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അവരുടെ അമ്പലപ്പുഴ നാട്ടുകാരുടെ സ്വന്തം വിജയകൃഷ്ണൻ, ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിലെ മുന്നണി പോരാളികളിൽ ഒരുവരെന്ന് പറയാവുന്ന അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. ആ വിജയകൃഷ്ണനെയാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ സ്വന്തം മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സാർ ചില അവിചാരിതമായ കാരണങ്ങളാൽ എത്തിച്ചേരാത്തത് കൊണ്ടാണ് ഈ പരിചയപ്പെടുത്തുന്ന ദൗത്യം കൂടി ഇക്കുറി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. സദയം ക്ഷമിക്കുക. തിരുവിതാംകൂറിന്റെ മണ്ണിലെ വിഖ്യാതമായ ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുവിതാംകൂർ സാമ്രാജ്യത്തോട് ചേർക്കപ്പെടും മുമ്പ് പഴയ ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ ഐശ്വര്യ പ്രതീകവും വരപ്രസാദവുമായിരുന്ന അമ്പലപ്പുഴ ക്ഷേത്രം. നമ്മുടെ കലാ സാംസ്കാരിക നഭസിലെ എക്കാലത്തെയും വലിയ നർമ്മശിരോമണി സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ, വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ അക്ഷരകാന്തിയിലൂടെ ലോകം മുഴുവൻ കീർത്തികേട്ട അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്നും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ തിരുമധുരവും ചെമ്മീനിലെ പളനിയുടെ കരുത്തുമായി ഇതാ ഒരു കരുമാടിക്കുട്ടൻ. ആനപ്രേമികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരമൃതമഴയായി പെയ്തിറങ്ങാൻ ഇതാ ഒരു ഗജരാജ കുലോത്തുങ്കൻ. ഇവൻ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജ പ്രമുഖരിലെ എണ്ണം പറഞ്ഞ പടനായകൻ. മാതംഗശാസ്ത്രത്തിലെ ലക്ഷണപ്പെരുക്കങ്ങൾ 1-ന് 10 പ്രോജ്വലിക്കുന്ന സഹ്യപുത്രൻ. ലക്ഷണ തികവിനൊപ്പം ഉയരപ്പെരുമ കൊണ്ടും ജനസഹസ്രങ്ങളെ ആവേശഭരിതരാക്കുന്ന മാരിക്കാർ വർണ്ണൻ. ഇവൻ അമ്പലപ്പുഴ കണ്ണന്റെ സ്വന്തം ആന സതീർത്ഥ്യൻ. അമ്പലപ്പുഴ എന്ന മഹാക്ഷേത്രത്തെ തെക്കൻ ദേശത്തിന്റെ ഗുരുവായൂർ അഥവാ തിരുവിതാംകൂറിന്റെ മണ്ണിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് സംശയലേശമെന്നെ വിശേഷിപ്പിക്കാമെങ്കിൽ ഇന്ന് അമ്പലപ്പുഴ ദേശത്തിന്റെ ആകെ അഭിമാനമായ അമ്പലപ്പുഴ വിജയകൃഷ്ണനും ഗുരുവായൂരപ്പന്റെ സ്വന്തം ഗജസമ്രാട്ടായ ഗുരുവായൂർ പത്മനാഭനുമായി അസാമാന്യമായ സമാനതകളും സാദൃശ്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു വിഭാഗം ആനപ്രേമികൾ തെക്കൻ കേരളത്തിലുണ്ട്. അതെ, വിജയകൃഷ്ണൻ ഇന്ന് അമ്പലപ്പുഴയുടെ മാത്രമല്ല, തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഗജൻ എന്ന നിലയിൽ ഒരു നാടിന്റെ ആകെ അഭിമാനവും ആവേശവുമായി ജ്വലിച്ചു നിൽക്കുന്നു. ഏത് ആനയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ആനയാണെന്ന് പറയാൻ നമുക്ക് ഒരു അഭിമാനമാണ് ഞങ്ങൾക്ക് ഈ ആനയെ കൊണ്ട് ഇവിടെ നിർത്തിയാലും. നിങ്ങളുടെ അമ്പലപ്പുഴയുടെ ബാക്കി അഭിമാനങ്ങൾ ആരൊക്കെ ഇരിക്കും മറ്റു രംഗത്ത് ഇപ്പോൾ ഉള്ളതിൽ? ഏത് കലാകാരന്മാരുടെ രീതിയിലാണെങ്കിൽ ആരൊക്കെയുള്ളത്? ഗോവാർ സാറുണ്ട് ഞങ്ങളുടെ, പിന്നെ ഒത്തിരി പേരുണ്ട്. പ്രിയദർശൻ സാറുണ്ട്, അങ്ങനെ ഒത്തിരി, MG ശ്രീകുമാർ സാറുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ് അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന് പറയുന്നത്. ഭക്ഷണമൊക്കെ നാട്ടുകാരോടുള്ള ഇവന്റെ അടുപ്പം എങ്ങനെയാണ്? ഏതെങ്കിലും വീടുകളിലൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് അടുപ്പമുള്ള ഒരു വ്യക്തികളോ അല്ലെങ്കിൽ കുടുംബങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ വല്ലതുണ്ടോ? സ്ഥാപനങ്ങളായിട്ടൊന്ന്
കിഴക്കൻ നടയിലാണെങ്കിലും പടിഞ്ഞാറ് നടയിലാണെങ്കിലും ഇറങ്ങുമ്പോൾ സ്ഥിരം പതിവുള്ള കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ അമ്പലത്തിലാണെങ്കിലും അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് ചെന്നാൽ ആനയ്ക്കറിയാം അവിടെ നിന്ന് കിട്ടുമെന്നറിയാം. ഇന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നിൽക്കും ആന. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ആന പോകത്തുള്ളൂ. അതുപോലെ തന്നെ സ്ഥിരം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കാണുമ്പോൾ ആന വിളിക്കും. പരാതി കാണിക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആന നമ്മൾ പോകുമ്പോ ആന വിളിക്കും. 3-4 പ്രാവശ്യം നമ്മളെ വിളിക്കും. സ്ഥിരം ഞങ്ങളെ ഓല ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ അതിലെ പോകുമ്പോഴത്തേക്ക് ഓല ഇല്ലെങ്കിൽ വിളിക്കും നമ്മളെ വിളിക്കും. ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ നമുക്കറിയാം ഓല ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് എടുത്തോണ്ട് പോയി മാറിയുന്നു അവിടെ കൊണ്ടു. പിന്നെ നമ്മളെ കുഴപ്പമൊന്നും വിളിക്കുകയില്ല. അങ്ങനെ ഉള്ള ചില ഇതൊക്കെ ഉണ്ട്, ശീലങ്ങളൊക്കെ ഉണ്ട്. മുന്നരങ്ങാണ് വിജയകൃഷ്ണന്റെ വിജയതിലകം അഥവാ വിജയത്തിളക്കം. മുന്നിൽ നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ദൂരക്കാഴ്ചകളിൽ അവന്റെ ആടിക്കുഴഞ്ഞുള്ള വരവ് കണ്ടാൽ ആഹാ എന്താ ഒരു ഭംഗി എന്നാരും പറഞ്ഞു പോകുന്ന മുഖശ്രീയും രാജകലകളും, ഒപ്പം ആനക്കമ്പക്കാരെ ഒന്നാകെ ആവേശഭരിതരാക്കുന്ന തലയെടുപ്പും കൂടി ഒത്തുചേർന്നാൽ അത് അമ്പലപ്പുഴ വിജയകൃഷ്ണനായി. നാടനാനകളുടെ സവിശേഷതയായ നീണ്ടു ചുരുണ്ടതും വണ്ണമുള്ളതുമായ തുമ്പിക്കൈ, മോശമല്ലാത്ത കൊമ്പുകൾ, ആനയ്ക്ക് അസാമാന്യമായ ഭംഗിയും ഗാംഭീര്യവും ചാർത്തിക്കൊടുക്കുമാറ് മസ്തകത്തിൽ നിന്നും തുമ്പിയിലേക്ക് ഒഴുകി പരക്കുന്ന മദഗിരികൾ, ഒരു കൊമ്പ് ഇത്തിരി ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുമാറ് ഭംഗിയാർന്ന കൊമ്പുകൾ. ഒരുപക്ഷെ മദഗിരികളുടെയും കൊമ്പിന്റെയും സാമ്യതകളാവാം വിജയകൃഷ്ണനിൽ ഗുരുവായൂർ പത്മനാഭന്റെ എന്തൊക്കെയോ ചില മിന്നലാട്ടങ്ങൾ ആനക്കമ്പക്കാരും അവന്റെ ആരാധകരും ആരോപിക്കുവാനുള്ള പ്രധാന കാരണം. കേരളത്തിൽ തന്നെ മറ്റൊരാനയിലും കാണാൻ കഴിയാത്തത്ര രോമങ്ങൾ നിറഞ്ഞ സുന്ദരമായ പീലിവാലാണ് വിജയകൃഷ്ണന്റെ മറ്റൊരാകർഷണം. വായുകുംഭം, തലക്കുന്നി, ഇടനീളം എന്നിവ പരിഗണിച്ചാലും ആരും കുറ്റം പറയില്ല. ഒപ്പം പളുങ്കുമണികൾ പോലെ പളപളാ തിളങ്ങുന്ന 18 നഖങ്ങളും. അങ്ങനെ എങ്ങനെ നോക്കിയാലും ആന 2 അടി മുന്നിൽ തന്നെ. എങ്കിലും അസൂയക്കാർക്ക് കിടന്നാൽ ഉറക്കം കിട്ടാതെ പോകേണ്ട എന്ന മഹാമനസ്കതയാലാവാം ചെവി ഒരൽപ്പം ചെറുതാണ്. എന്നുവെച്ചാൽ ആനയുടെ ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്താൽ ചെവിയുടെ വലിപ്പം ഇത്തിരി കൂടി ആവാമായിരുന്നെന്ന് മാത്രമേ ആരും പറയൂ. ഗോപന്റെ സ്വന്തം സ്ഥലം എവിടെ? അമ്പലപ്പുഴ. നാട്ടുകാരനാണ്. ഗോപൻ ഈ ആനപ്പണിക്ക് വരുന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ എന്റെ ആശാനാനയാണിത്. ഇതിന്റെ കൂടെ ആണ് ഞാൻ ഗുരുനാഥൻ ഇവൻ തന്നെയാണ്. ഇവന്റെ കൂടെയാണ് ആദ്യമായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ ഈ അമ്പലപ്പുഴയിൽ ആന എന്നുള്ള ഇവന്റെ കൂടെ കൂടിയാണ് ആനപ്പണിയിലേക്ക് വന്നത്. ആണ്. എത്രാമത്തെ വയസ്സിലാണ്? ഞാനൊരു 10-15 വയസ്സ് ഉള്ളപ്പോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു കമ്പമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനോടൊക്കെ കമ്പമായി. ഇപ്പൊ എന്റെ ചേട്ടച്ചാര ഇതിനെയും കൊണ്ടു നടന്നത് രാമേന്ദ്രൻ നായർ. നമ്മുടെ ചേട്ടനെയും മക്കള് സ്വന്തം ചേട്ടനല്ലേ ഞങ്ങൾ ചിറ്റപ്പനും മക്കള് കൂടെ നടന്ന് സഹായിച്ച് പിന്നെ തൃശ്ശൂർ പിച്ച് ആന പരിശീലന ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവസ്ഥ കിട്ടിയിട്ട് ഇപ്പൊ 5 കൊല്ലമായി. ഇപ്പൊ ഇതിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ 2 കൊല്ലം. ഇതിന്റെ ഇടയ്ക്ക് സ്ഥലം മാറ്റമൊക്കെ വന്ന് പോയി. മലയാളപ്പുഴ അതിന്റെ കൂടെയൊക്കെ സ്ഥലം മാറ്റം വന്ന് പോയി. ഇപ്പൊ ഇതിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ നിരന്തരം തുടർച്ചയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 കൊല്ലം ആവുന്നു. 2 വർഷം. നേരത്തെ വേറൊരു പപ്പന്റെ കൂടെ സഹായിയായിട്ട് നിൽക്കായിരുന്നു. അന്നേരം നമ്മളെ അടുപ്പിക്കുള്ള അന്നത്തെ ആനയും ഇന്നത്തെ ആനയും തമ്മിൽ നമ്മൾ ഒന്നും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അന്നത്തെ സ്വഭാവം എന്തായിരുന്നു? അന്നത്തെ വെച്ചാൽ നമ്മുടെ നേരിൽ കാണുന്നിടത്ത് ഇപ്പൊ മടലെടുത്ത് എറിയും മറ്റുള്ള ഇത് ഭയങ്കര ഭീകരമായിട്ട് നമ്മളോട് പെരുമാറുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സഹായികളെ അടുപ്പിക്കത്തേ ഇല്ലായിരുന്നു. നമ്മൾ അതിലെ പോയി കഴിഞ്ഞാൽ അവന് കൊണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി പോന്നേക്കണം മിണ്ടാതെ. നമ്മൾ അവിടെ നിന്ന് ഈ ആനക്കാരുടെ ഭാഷകൾ പറയുകയോ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും അതിനൊക്കെ സമ്മതിക്കും. ചട്ടമുള്ള ആള് കിടന്ന് അടുത്തുള്ളപ്പോ ആർക്ക് വേണേലും വന്ന് അടുത്ത് നിൽക്കുകയോ ആയി കൊടുക്കുകയോ കടത്തിൽ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ അതൊന്നും ഒരു പണിയും നടക്കത്തില്ലായിരുന്നു. ഒറ്റയ്ക്ക് അവൻ ആ കെട്ടിണ്ടറി പോലും നമ്മളെ കയറ്റിക്കില്ല. ഇപ്പൊ ഒരു 10-16 കൊല്ലമായിട്ട് ആള് 12 കൊല്ലമായിട്ട് ആള് കൊണ്ട് നടക്കുമ്പോഴൊക്കെ ആള് തന്നെ എല്ലാ കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എഴുന്നള്ളി സ്ഥലത്തൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ ഒറ്റച്ചട്ടം ആയത് ഇങ്ങനെ പപ്പാന്മാരുടെ ഒരു ഇത് കൊണ്ടായിരിക്കില്ലോ കൂടുതലും കൂടുതൽ കൈകാര്യം ചെയ്യാതൊക്കെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ആരും ഒരാൾ സ്ഥിരമായിട്ട് വന്ന് നിൽക്കുക. വരുന്നവര് വന്ന് നിന്നു 2 പേർ കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് മുതലിനും കൂടെ കേടുവരും. കോന്നി ആനക്കൂട്ടിൽ നിന്നുമാണ് ഈ ഗജരാജ കേസരി ആദ്യ അക്ഷരങ്ങൾ അഭ്യസിച്ചത്.
അതെ, ആനച്ചന്തത്തിനൊപ്പം വാശിക്കാര്യത്തിലും ഇഞ്ചിന് പോലും വിട്ടുകൊടുക്കില്ലാത്ത കോന്നിക്കൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ വിജയകൃഷ്ണൻ. ഒരു കാര്യവുമില്ലെങ്കിലും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കുട്ടികളുടെ തലയിൽ കിഴുക്കിയിട്ടായാൽ കൂടി ക്ലാസ്സിലെ മിന്തിരികണ്ഠനായി ക്ലാസ് ടീച്ചറുടെ കണ്ണിലെ കരടായി സദാ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ചൈൽഡായിരുന്നു കോന്നിക്കൂട്ടിലെ വിജയകൃഷ്ണൻ എന്നാണ് കേട്ടുകേൾവി. കാര്യം ഈ കരിമരുന്ന് കുരുന്നിന്റെ വികൃതി തരങ്ങളാൽ പൊറുതിമുട്ടി വല്ലപ്പോഴുമൊക്കെ അവനിട്ട് 4 പെടയും ചെവിക്ക് പിടിച്ച് നല്ല തിരുമും കൊടുക്കുമായിരുന്നെങ്കിലും അവനോട് കാര്യമായ സ്നേഹവും വാത്സല്യവും വെച്ചു പുലർത്തിയിരുന്ന ഒരു മൂപ്പൻ പാപ്പാൻ കോന്നിയിലെ ആനക്കളരിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ ആദ്യത്തെ ദേഷ്യത്തിന്